എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ നമുക്ക് നോക്കാം. റെഡി? എന്താണ് സാർ ഇപ്പോ മൃണാളുടെ മണ്ടത്തരങ്ങൾ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇപ്പോഴല്ല, നേരത്തെ തുടങ്ങിയ മണ്ടത്തരങ്ങളാണ്. തുറന്നു പറയുന്നു മാത്രം പറഞ്ഞാൽ മതി. മണ്ടത്തരൊഴിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. വളരെ പച്ചയായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഇപ്പൊ കച്ചവടം കൂട്ടാനുള്ള ഒരു തന്ത്രത്തിന് പുള്ളി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട ഒരുപാട് പേര് കാണുമല്ലോ. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ? കടയിൽ കച്ചവടം ഭയങ്കരമായിട്ട് കുറഞ്ഞായിരുന്നു. ഞാൻ ഇടക്കിടക്ക് പോകുന്ന കടയിട്ട. ഞാൻ ഈ കുറ്റം പറയുമെങ്കിൽ ഞാൻ ഇടക്കിടക്ക് എന്ത് കാരണം എന്ന് വെച്ചാൽ കട കൂട്ടി പോരുന്നല്ലോ. ചില സമയത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. എല്ലാം കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയാലേ മനസ്സിരിക്കത്തേ ഉള്ളൂ. അവിടെ ഒന്നും ഒരു മനുഷ്യൻ ഉണ്ടാവൂല. അടച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം. ഈച്ചകൾ മാത്രം അവിടെ ഉണ്ടാവും. ഈച്ചകളും ഞാനും മാത്രം. ഇവന്റെ ഏറ്റവും ആദ്യം കട തുടങ്ങിയപ്പോൾ ഒരു നമ്പർ ഉണ്ട്. അത് നമ്പർ പറഞ്ഞിട്ടേ എനിക്കിലേക്ക് ഒരു. ആ നമ്പർ എന്താണെന്നറിയാം? ചുമ്മാതിരിക്കും മാഷേ, ഇതൊന്നും കണ്ട ഞാൻ പതറില്ല. യോഗ ശീലിച്ചവർക്ക് ഒന്നിനോടും അമിതമായ ആസക്തി ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഇതിലും ഭേദം എന്ന് പറയുന്നത് പുള്ളി കരഞ്ഞ് കാല് പിടിച്ചിട്ട് എന്റെ കടയിൽ കയറി എന്തെങ്കിലും ഫുഡ് കഴിച്ച് എനിക്ക് എളുപ്പം എന്ത് ചെയ്യും? സഹായം ചെയ്യും. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ വേഷം കെട്ടും കാണിച്ച് അത്യാർത്ഥിയും കാണിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതൊന്നും കുഴപ്പമില്ലെന്നേ. മറ്റേ 60 രൂപയുടെ മീൽസ് ഇത് 150 രൂപയും വെച്ച് ബിരിയാണിക്ക് 200 രൂപ വെച്ച് കച്ചവടം ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. AC ഉണ്ട്, അതുണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ട് എന്നൊക്കെയാണ്. ഒരു തേങ്ങയില്ല. ഒന്ന് നിർത്തിയിട്ട് പോവാൻ നോക്ക്. മനുഷ്യന്മാർക്ക് വേറെ പണി പോയേച്ചും വരാം. ഞങ്ങൾ പോട്ടെ. പോട്ടെന്നാ വരട്ടെ. വരട്ടെ.